Hello dear students, welcome back to our online classes. ഇന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാന പാർട്ടായ ഇലക്ട്രിക് ഫ്ലക്സ്, അതുപോലെ ഗോസസ് ലോ, അതുപോലെ ഗോസസ് ലോയുടെ അപ്ലിക്കേഷൻസ്, ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും പറയാനുള്ളത്. അപ്പം ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ച് ആദ്യം പറയാം. ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ ഫൈ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക, അല്ലേ? ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഫൈ. സത്യം പറഞ്ഞാൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഫീൽഡ് ലൈൻസ് തന്നെയാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ തന്നെയാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ പിന്നെന്താ ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ ഫ്ലക്സ് എന്ന് പറഞ്ഞത്? അപ്പം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പെർ യൂണിറ്റ് ഏരിയ, അതിനെയാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ എത്രമാത്രം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ മെഷർമെൻ്റ് ആണ് എന്ത്? ഇലക്ട്രിക് ഫ്ലക്സ്. ഇപ്പോൾ ഇതൊരു സർഫസ് ആണ്. ഈ സർഫസ് ഒരു കണ്ടക്റ്റിംഗ് സർഫസ് ആണ്, അതിലേക്ക് ഇലക്ട്രിക് ഫീൽഡുകൾ വരുന്നുണ്ട്. ഈ സർഫസിലൂടെ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ഡിറക്ഷനിലാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈ സർഫസിലേക്ക് വരുന്നത് നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്, അല്ലേ? നോർമൽ ആയിട്ടാണ് വരുന്നത്. ഈ സർഫസിൻ്റെ ഏരിയ വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ വെക്റ്റർ ഏത് ഭാഗത്തൂടെയാണോ നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നത്, ഇതാ ഈ ഭാഗമല്ലേ ഫ്ലക്സ് വരുന്ന ഭാഗം, അതുപോലെ ഈ ഭാഗം, അതിൽ നിന്ന് നോർമലായിട്ട് വരക്കുന്ന ഒരു വെക്ടറാണ് ഏരിയ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ സർഫസിൽ നിന്നും നോർമലായി വരക്കുന്ന ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ കുത്തനെ വരക്കുന്ന ഒരു വെക്ടറാണ് എന്ത്? ഏരിയ വെക്ടർ. മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്, ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡിറക്ഷനും ഏരിയ വെക്ടറിൻ്റെ ഡിറക്ഷനും ഒരേപോലെയാണ് ഇപ്പോൾ ഈ വരച്ച ഫിഗറിൽ. അപ്പോൾ നമുക്ക് ഫൈയുടെ ഇക്വേഷൻ പറയാൻ പറ്റും. ഫൈ ഈക്വൽ ടു ഇ എ. വെറുതെ ഈ ഇക്വേഷൻ പഠിപ്പിച്ചാൽ മതി, പക്ഷെ ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചതാണ്. ഒരു സർഫസിന് നോർമലായി വരക്കുന്ന വെക്റ്ററാണ് ഏരിയ വെക്റ്റർ. ഇപ്പം എൻ്റെ കയ്യിലൊരു പെട്ടി ഉണ്ടെങ്കിൽ ആ പെട്ടിയുടെ ഏത് സർഫസിലേക്കാണോ ഫ്ലക്സ് വന്ന് അടിക്കുന്നത്, ഫീൽഡ് ലൈൻസ് വരുന്നത്, അതേപോലെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഫ്ലക്സ് ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും, റെഡല്ലേ? അങ്ങനെ പോകുന്ന ഫ്ലക്സിൻ്റെ അതേ ഡിറക്ഷനിലാണ് ആ സർഫസ് എന്ന് വരക്കുന്ന നോർമൽ വെക്ടർ വരിക. ഇപ്പോൾ ഇതൊരു ക്യൂബിൻ്റെ ഒരു സൈഡാണെന്ന് വിചാരിച്ചോ, അതിൻ്റെ ഏരിയ വെക്ടർ ഇങ്ങനെ വരിക, നോർമൽ ടു ദാറ്റ് സർഫസ്. അപ്പോൾ ആ ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും ഒരേ ഡിറക്ഷനിലായതുകൊണ്ടാണ് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ ഫൈ ഈക്വൽ ടു ഇ എ എന്ന് പഠിച്ചിരുന്നത്. പക്ഷേ എപ്പോഴും അങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ലല്ലോ. ഏരിയ വെക്ടർ എപ്പോഴും നോർമൽ ആയിരിക്കും. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വന്നാലോ, ദിസ് ഈസ് ഇലക്ട്രിക് ഫീൽഡ്, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇതാണ് ഇ എന്ന് പറയുന്നത്. അതാണ് ഇ എങ്കിൽ നോക്കൂ, മുകളിലേക്കാണ് ഈ സൈൻ തീറ്റ വരിക, കമ്പോണൈസ് ചെയ്താൽ ഇങ്ങോട്ടാണ് ഈ കോസ് തീറ്റ വരിക, റെഡിയല്ലേ? അപ്പോൾ നമുക്ക് പറയാം ഏരിയ വെക്റ്ററിൻ്റെ കൂടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പോണൻറ്റ് ഈ കോസ് തീറ്റയാണ്. ഏരിയ വെക്റ്ററിൻ്റെ കൂടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പോണൻറ്റ് ഈ കോസ് തീറ്റയാണ്. അപ്പോൾ ഫൈ ഈക്വൽ ടു ഇ എ കോസ് തീറ്റ. അതെങ്ങനെ വന്നു? ഇ എന്നതിൻ്റെ ഈ കോസ് തീറ്റ എന്ന കമ്പോണൻ്റ് ആണ് ഏരിയയുടെ ഒപ്പം ഉള്ളത്. അപ്പോൾ ഇക്വേഷൻ ഈ കോസ് തീറ്റ ഇൻറ്റു എ, ഏരിയ വെക്റ്ററിൻ്റെ ഡിറക്ഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പോണൻ്റ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് എ എന്ന ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇ എ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ ഡോട്ട് എ. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ച് നിങ്ങൾക്ക് വേണ്ട ഏറ്റവും ബേസിക് ആയ ധാരണ എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻ ഇ എ കോസ് തീറ്റയാണ് എന്നാണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഒരു സർഫസിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയും വരാം, പക്ഷേ ആ സർഫസിൽ നിന്നും ഏരിയ വെക്ടർ എപ്പോഴും നോർമൽ ടു ദാറ്റ് സർഫസ് ആയിരിക്കും. ആ ഏരിയ വെക്ടറുമായി ബന്ധപ്പെടുത്തി ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഏത് കമ്പോണൻ്റാണ് ഏരിയ വെക്ടറിൻ്റെ കൂടെ വരുന്നത് എന്നതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഫൈയുടെ ഇക്വേഷൻ കിട്ടുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയൊരു ഏരിയ പരിഗണിക്കുന്നുള്ളൂ എങ്കിൽ അവിടുത്തെ ഫ്ലക്സ് ചെറിയ ഫ്ലക്സ് ആയിരിക്കും, ഡി ഫൈ. കുഞ്ഞു ഏരിയ എടുക്കുന്നുള്ളൂ, ഈ കോസ് തീറ്റ ഇൻറ്റു ഡി എ
ഓക്കെ, ഇ കോസ് തീറ്റ ഇൻറ്റു ഡി എ എന്ന് പറഞ്ഞാൽ ഡി ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് ഡി എ കോസ് തീറ്റ അല്ലേ. അപ്പോൾ എന്താ ഫൈ കിട്ടുക? മൊത്തം ഫൈ എന്താ കിട്ടുക? കുഞ്ഞു ഏരിയത്തെ ഫൈ ആണ് ഡി ഫൈ. ആ സർഫസിലെ ടോട്ടൽ കിട്ടാൻ, ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു സർഫസ് ആണെങ്കിൽ ഇതിലൊരു കുഞ്ഞു ഏരിയയിലേതാണ് ഇപ്പോൾ കണ്ടത് ഡി ഫൈ. മൊത്തം കിട്ടാൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനെ അപ്പുറം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫൈ. ഇവിടെ ഡി ഫൈ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടോട്ടൽ ഫൈ കിട്ടും. ഫൈ നെറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ. ഈ ഡി എ കോസ് തീറ്റ എന്നുള്ളതിന് നമുക്ക് എന്ത് എഴുതാം? ഇ ഡോട്ട് ഡി എന്ന് എഴുതാം. മനസ്സിലായോ? ഇ ഡി എ കോസ് തീറ്റ എന്നുള്ളത് അതിന് നമുക്ക് ഇ ഡോട്ട് ഡി എ എന്ന് എഴുതാം. അപ്പോൾ ഫൈ നെറ്റിൻ്റെ ഇക്വേഷൻ എന്താ? ഇ ഡോട്ട് ഡി എ. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു സർഫസിലൂടെ അതിൻ്റെ യൂണിറ്റ് ഏരിയയിൽ എത്ര ഫ്ലക്സ് ഉണ്ട്, എത്ര ഫീൽഡ് ലൈൻസ് ഉണ്ട് എന്ന് പറയുന്നതാണ് ഫ്ലക്സ്. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പെർ യൂണിറ്റ് ഏരിയ, അതിനാണ് എന്ത് പറയണത്? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ സിംപിളി ഇ എ കോസ് തീറ്റ. കുറച്ചുകൂടെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇൻ്റഗ്രേഷനിലൊക്കെ പറയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഫൈ നെറ്റ് ടോട്ടൽ ഫൈ എന്ന് പറയുന്നത് ഇ ഡോട്ട് ഡി എയുടെ ഇൻ്റഗ്രേഷൻ. ഇ ഡോട്ട് ഡി എ എന്ന് പറഞ്ഞാൽ അത് വന്നിരിക്കുന്നത് ഇ എ കോസ് തീറ്റയിൽ നിന്ന് തന്നെയാണ്. നമുക്ക് ഈ ഇക്വേഷൻ വരാനുള്ള കാരണവും ഞാൻ വിശദീകരിച്ചു. റെഡി അല്ലേ? ഇത് വെച്ച് ഫിസിക്സിൽ പറയുന്ന വളരെ ഫേമസ് ആയ ഒരു ലോ ആണ് ഏത്? ഗോസസ് ലോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഗോസസ് ലോയാണ്. ഗോസസ് ലോ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഗോസസ് ലോ. അതെന്താണ് ഗോസസ് ലോ വിശദീകരിക്കുന്നത്? സ്കൂളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വിക്ടേഴ്സ് ചാനലിലൊന്നും മനസ്സിലായിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാനത് കേട്ടിരുന്നു. അത് കുറച്ചുകൂടി പ്രൊഫഷണലായ എക്സ്പ്ലനേഷൻസ് ആണ്. മനസ്സിലാകുന്നവർക്ക് അത് മതി. നമ്മൾ ട്യൂഷൻ ക്ലാസ്സുകളിൽ കുറച്ചുകൂടി സിമ്പിളാക്കിയാണല്ലോ എല്ലാം പറയേണ്ടത്. ഞാനത് വളരെ സിമ്പിളാക്കി അവതരിപ്പിക്കാം. ഒരു ഗോസിയൻ സർഫസ് എടുക്കുക എന്നാണ് എപ്പോഴും ഗോസസ് ലോനെ കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്ന വാചകമാണ് അത്. ഗോസിയൻ സർഫസ് നമ്മൾ നോക്കുക മക്കളെ. ആദ്യം അത് എഴുതി വെക്കുക. GAUSS ഗോസസ് ലോ. ഗോസസ് ലോ പറയണത് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്നാണ്. ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ക്യൂ എന്നുള്ളതിന് പകരം ക്യൂ നെറ്റ് എന്ന് പറയാം. ക്യൂ നെറ്റ്. ഓക്കെ, അപ്പോൾ അതൊന്നും തിരിഞ്ഞില്ല. ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം. ഫൈ നെറ്റ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 ഇങ്ങനെയും പറയാറുണ്ട്. എന്താ സംഗതി എന്നറിയോ? ഒരു സർഫസ് ഉണ്ട്. ഈ സർഫസിൽ +5 കൂളോം ചാർജ് ഉണ്ട്. ഈ സർഫസിലെ ഇലക്ട്രിക് ഫ്ലക്സ് കാണണം. അതിന് ഉപയോഗിക്കുന്ന ഒരു ലോ ആണ് ഏത്? ഗോസസ് ലോ. അപ്പോൾ എന്തിനാ ഇപ്പോൾ ഇതിന് ഗോസസ് ലോ? അതിന് നമുക്ക് സാധാരണ ഇ എ കോസ് ചെയ്താൽ പോരെ. പക്ഷെ അതൊന്നും തന്നില്ല എന്ന് വിചാരിക്കുക. നമുക്ക് ഇവിടുത്തെ ഫൈ കാണാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. എന്താ ഷോർട്ട് കട്ട് അറിയോ? അവിടുത്തെ ഫൈ എന്ന് പറയുന്നത് 1/ε0 ടൈംസ് ഓഫ് നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് എന്നാണ്. എത്ര ടൈംസ്? 1/ε0 ടൈംസ് ഓഫ് അവിടുത്തെ ചാർജ്. ഇവിടുത്തെ ചാർജ് +5 കൂളോം ആണ്. അപ്പോൾ 1/ε0 ടൈംസ് ഓഫ് 5. ഇത് ചെയ്താൽ, അതായത് 5/ε0 എന്നുള്ള ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ, ε0ന്റെ വാല്യൂ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് 8.854 × 10⁻⁻12. ഇതിങ്ങ് കൊണ്ടുവന്ന് കൊടുത്താൽ നമുക്ക് 5 കിട്ടുന്നു. അപ്പോൾ വളരെ സിമ്പിളായി ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തഡോളജിയാണ് ആരവതരിപ്പിച്ചത്? ഫെഡറിക് ഗോസ് എന്ന് പറയുന്ന ഫിസിക്സിലെ മഹാനായ ഫിസിസിസ്റ്റ് അവതരിപ്പിച്ചത്. അയാൾ പറഞ്ഞു ഫ്ലക്സ് കാണണോ? ആ സർഫസിലെ നെറ്റ് ചാർജിന്റെ 1/ε0 ടൈംസ് കണ്ടാൽ മതി. ഗോസസ് ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വാരി വലിച്ച് കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ കോൺസെപ്റ്റ് വേണം. ഇതൊരു കോൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ വെറും കോൺസെപ്റ്റ് കൊണ്ട് കാര്യമില്ല, എക്സാമിന് എഴുതാൻ കഴിയണം. ഡിഫൈൻ ഗോസസ് ലോ എന്ന് ബോർഡ് എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതണം. ഞാൻ ഇങ്ങനെ പതുക്കെ പറയാം കേട്ടോ. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്, അതല്ല നെറ്റ് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സർഫസ് എന്തായിരിക്കണം? ക്ലോസ്ഡ് ആയിരിക്കണം. ക്ലോസ്ഡ് അല്ലെങ്കിൽ അവിടുത്തെ ഫ്ലക്സ് കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഒരു ക്ലോസ്ഡ് സർഫസിലെ
ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ഓഫ് നെറ്റ് ചാർജ്. അപ്പോൾ ഗോസസ് ലോ സ്റ്റേറ്റ് ചെയ്തേ, ഞാൻ വേറെ വാക്യങ്ങൾ വായിച്ചോ. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ഓഫ് നെറ്റ് ചാർജ് എൻക്ലോസ്ഡ്. ആ സർഫസിലെ നെറ്റ് ചാർജ് എത്രയാണോ അതിൻ്റെ 1/ε0 ടൈംസ് ആയിരിക്കും ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇനി ഇത് വേണ്ടേ, ഇതാണ് ഏറ്റവും സിമ്പിള്. ഇങ്ങനെയും പറയാം, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ. ഈ ഇൻ്റഗ്രേഷൻ്റെ നടുവിൽ ഒരു കെട്ടിട്ടാൽ അതിനെ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എന്നാണ് പഠിക്കുക. നിങ്ങൾ മാത്സിൽ ഇൻ്റഗ്രേഷൻ പഠിക്കുമ്പോൾ ഞാൻ അതിൻ്റെ കൂടുതൽ പ്രോപ്പർട്ടികൾ പഠിക്കും. ക്ലോസ്ഡ് സർഫസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, എന്ന് പറഞ്ഞാൽ വാല്യൂ തിരിച്ചെന്നെ വരുന്നതുകൊണ്ട്, ക്ലോസ് ആയതുകൊണ്ടാണ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ചെയ്യണത്. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈക്വൽ ടു 1/ε0 ടൈംസ് ഓഫ് നെറ്റ് ചാർജ് എൻക്ലോസ്ഡ്. അങ്ങനെയും പറയാം. അപ്പോൾ ഗോസസ് ലോക്ക് 2 ഡെഫിനിഷൻ ഞാൻ പറയാം. ഒന്ന്, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ. ഒരു സർഫസിലാണല്ലോ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ഒന്നുകിൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എന്ന് പറയാം, അല്ലെങ്കിൽ സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എന്ന് പറയാം. സോ സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈസ് 1/ε0 ടൈംസ് ഓഫ് നെറ്റ് ചാർജ് എൻക്ലോസ്ഡ്. അങ്ങനെ പറഞ്ഞാൽ അതാണ് ഗോസസ് ലോ. എന്താ ഗോസസ് ലോൻ്റെ അപ്ലിക്കേഷൻ? അത് നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ. ഗോസസ് ലോൻ്റെ പ്രാഥമിക പണി എന്താ? ഫൈ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചിരിക്കുന്നത് 5/ε0. ഇത് കാൽക്കുലേറ്റ് ചെയ്ത ആൻസർ കിട്ടും. എന്നാൽ ഇവിടെ ഒരു -3 കൂളോംബ് ഉണ്ട് എന്ന് വിചാരിച്ചോ. ഈ ഒരു സർഫസിൽ ഒരു -3 കൂളോംബ് കൂടി ഉണ്ട്. എങ്ങനെ മക്കളെ ഫൈ കണ്ടുപിടിക്കും? വളരെ സിമ്പിളാണ്. അതിനാണ് ഈ വാക്ക് ക്യൂ നെറ്റ് എന്ന്. ഇതിന്റെ നെറ്റ് ചാർജ് എത്ര? ചാർജ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാ. ഞാൻ ആവർത്തിച്ച് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു ചാപ്റ്റർ തുടങ്ങിയപ്പോൾ. സ്കെയിലാർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആഡ് ചെയ്യുക. 5ഉം -3ഉം. അപ്പോൾ ഇവിടെ -2 കൂളോംബാണ് നെറ്റ് ചാർജ്. ദിസ് ഈസ് ദി നെറ്റ് ചാർജ്. ഇവിടെ എങ്ങനെ ഗോസസ് ലോ കൊടുക്കും? ഫൈ ഈക്വൽ ടു 1/ε0 ടൈംസ് ഓഫ് -2 അല്ല +2, +5 -3 അല്ലേ, +2 കൂളോംബ്. ഈസ് ഇറ്റ് ക്ലിയർ? ഇത് ചെയ്താൽ 2/ε0 ചെയ്താൽ ഇവിടുത്തെ ഫൈ കിട്ടും. അവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സിന്റെ വാല്യൂ കിട്ടും. ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റ് വോൾട്ട് മീറ്റർ ആണ് കേട്ടോ, മറന്നു പോരുത്. ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റ് വോൾട്ട് മീറ്റർ ആണ്, വോൾട്ട് മീറ്റർ. മറ്റൊരു യൂണിറ്റ് ഫൈ ഈക്വൽ ടു ഇ എ കോസ് തീറ്റ ആണല്ലോ, ഇയുടെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ കൂളോംബ് ആണ്, ന്യൂട്ടൺ പെർ കൂളോംബ്. പിന്നെ ഒരു മീറ്റർ സ്ക്വയറും. അപ്പൊ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോംബ് എന്ന യൂണിറ്റും ഉണ്ട്. എന്തൊക്കെയുണ്ട്? വോൾട്ട് മീറ്റർ എന്ന യൂണിറ്റ് ഉണ്ട്, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോംബ്, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോംബ് എന്ന യൂണിറ്റും ആർക്കുണ്ട്? ഇലക്ട്രിക് ഫ്ലക്സിനുണ്ട്. ഡയമെൻഷൻ പറയണമെങ്കിലും പറയാം, നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പറഞ്ഞിട്ടുണ്ട് ഞാൻ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയമെൻഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പിന്നെ ഒരു കൂളോംബ്, ഒരു ചാർജും, ഇലക്ട്രിക് ഫീൽഡിന്റെ പിന്നെ ഒരു ഏരിയ കൊടുത്താൽ പോരേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയമെൻഷൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതാണ് ഗോസസ് ലോ. ഗോസസ് ലോ എന്താ? അപ്പം ഒന്നെല്ലാവരും ഒന്നുകൂടി പറഞ്ഞേ, ഒന്ന് മനസ്സിൽ പറഞ്ഞേ. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ, സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഈസ് 1/ε0 ടൈംസ് ഓഫ് നെറ്റ് ചാർജ് എൻക്ലോസ്ഡ്. അത്രയുള്ളപ്പം ഗോസസ് ലോ എന്ന് പറയുന്നത്. ഇനി ഈ ഗോസസ് ലോയുടെ അപ്ലിക്കേഷനുകൾ എന്തൊക്കെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. ഗോസസ് ലോക്ക് പ്രധാനമായും NCERT പറഞ്ഞത് 3 ഹെഡിങ് ആണ്. നമുക്കൊരു 6 ഹെഡിങ് പറയേണ്ടതുണ്ട്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഭാഗം പറയണം, കാരണം ഈ ഭാഗത്തുനിന്ന് വളരെയധികം ക്വസ്റ്റ്യനുകൾ ചോദിക്കും. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ മുന്നോട്ടുള്ള ചാപ്റ്ററിലെ യാത്രകൾക്ക് ആവശ്യമാണ്. നമ്മളെ വണ്ടി ഓടാൻ ആവശ്യമാണ്. +2 ഫിസിക്സ് വണ്ടി ഓടാൻ ആവശ്യമാണ്. പക്ഷേ ഈ ചാപ്റ്ററിന് എന്താണ് ഏറ്റവും കൂടുതൽ ചോദിക്കുകയെന്ന് ചോദിച്ചാൽ 80% ഞാൻ പറയും ഗോസസ് ലോയും അതിൻ്റെ അപ്ലിക്കേഷനുമാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഗോസസ് ലോക്ക് ഞാൻ പറഞ്ഞതുപോലെ 6 അപ്ലിക്കേഷൻസ് ആണുള്ളത്. അതിലൊന്നാമത്തത് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ആൻ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്, ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ്. ഇത് വളരെയധികം ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2, ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഓർഡർ ഒന്ന് മാറി, ഇയാൾ 1 എന്ന് എടുക്കാം നമുക്ക്, ഇയാളാണ് 1. ഇത് 2,
ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണ് 1. ഒരു ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ട്, അതിന് ചാർജ് ഉണ്ട്. ചാർജ് ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ. അതല്ലടാ ഈ ചാപ്റ്റർ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞ ആൾക്കാർ. ഒന്നുമില്ല, എവിടെ ചാർജ് ഉണ്ടോ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഒരു ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ എന്ന നീണ്ട ഒരാള് അതിന് ചാർജുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ ഗോസസ് ലോ ഉപയോഗിക്കാമെന്ന് എങ്ങനെയെന്ന് നമ്മൾ പറയുന്നുണ്ട്. 80% ക്വസ്റ്റ്യനുകളും ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന ഈ പാർട്ട് നമുക്ക് തറവായി പഠിക്കേണ്ടതുണ്ട്. ഇത് ശരിക്കും മനസ്സിലാവണം. ഇപ്പോൾ ഗോസസ് ലോ എന്താണെന്ന് തിരിഞ്ഞല്ലോ. നെറ്റ് ഫ്ലക്സ് കാണാൻ 1/ε0 ടൈംസ് ഓഫ് അവിടെയുള്ള നെറ്റ് ചാർജ് ഫ്ലക്സ് കാണാനുള്ളതാണ്. പക്ഷെ ഗോസസ് ലോനെ വേറെ സംഭവങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉണ്ടല്ലോ, പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കണം എന്നില്ല ചില കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ റിമോട്ട് ഞാൻ അനിയത്തിന് എറിയാനാണ് ഉപയോഗിക്കല്. ശരിക്കും അത് TV മാറ്റാനുള്ളതല്ലേ. TV മാറ്റല്ല, ചാനൽ മാറ്റാൻ കേട്ടോ. അപ്പോൾ ചാനൽ മാറ്റാനുള്ളതാണ് ശരിക്കും. പക്ഷെ എന്താണ്, നമ്മൾ എറിയാനും തലക്കടിക്കാനും ഇടയ്ക്കൊന്ന് മൂക്കിനിട്ട് കുത്താനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ. അതുപോലെ ഗോസസ് ലോ എന്ന് പറയുന്ന ശരിക്കും ഗോസസ് ലോ എന്താണ്, ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ളതാണ്. പക്ഷെ അത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ളതാക്കി മാറ്റിയാണ്. ഞാൻ അവിടെ തന്നെ ഒരു പോയിന്റ് പറയട്ടെ, അങ്ങനെ മാറ്റാൻ പറ്റുമല്ലോ. കാരണം ഇന്റഗ്രൽ E.ds അല്ലേ Q/ε0. ഇവിടുന്ന് തക്കിട തരികിട പണികൾ കാണിച്ചാൽ ഈ കണ്ടെത്തിക്കൂടെ? അതാണ് ഇപ്പോൾ ഈ വലിയ കാര്യമായിട്ട് അപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം NCERT. നമുക്കത് സിമ്പിളായി പറയാം. നോക്ക് മക്കളെ, ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ ഇലക്ട്രിക് ഫീൽഡ് പറ്റും. ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്, ഒരു ഷീറ്റ് പറഞ്ഞപ്പോൾ ഈ ബോർഡർ ഷീറ്റാ, ഈ ഷീറ്റിൽ ചാർജ് ഉണ്ട്. അപ്പോൾ ഈ ഷീറ്റിന്റെ അപ്പുറത്തും ഒക്കെ അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കണം. നമ്പർ 3 എന്താ അറിയോ, ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് തന്നെയാണ്, പക്ഷെ 2 ഉണ്ടാവും, 2 ഷീറ്റ്. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ 2 ചാർജുകൾ ഓപ്പോസിറ്റ് ചാർജാണ് 2 ഷീറ്റുമേൽ ഉള്ളതെങ്കിൽ പ്രശ്നമല്ലേ, റിപ്പിൽ ചെയ്യൂലേ. മാത്രമല്ല ഓപ്പോസിറ്റ് ചാർജ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. ഒരേ ചാർജാണ് പ്ലെയിൻ ഷീറ്റിലുള്ളതെങ്കിൽ റിപ്പിൽ ചെയ്യൂലേ. അങ്ങനെ കുറേ പ്രശ്നങ്ങളില്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയാണ്. 2 ഷീറ്റ് ഉണ്ടെങ്കിൽ 4ാമത് എൻ്റെ കയ്യിലൊരു ഹോളോ ഷെല്ലുണ്ട്. ഈ ഹോളോ ഷെല്ല് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ തേങ്ങ എന്ന് വിചാരിച്ചാൽ മതി. ഹോളോ ഷെല്ല്, ഉള്ളിൽ വെള്ളമൊന്നും ഇല്ലാത്ത ഇരുമ്പിൻ്റെ തേങ്ങ. ഉള്ളിൽ പൊള്ളയാണല്ലോ, പുറം ഭാഗം ഇരുമ്പിൻ്റെ തേങ്ങ. ഹോളോ ഷെല്ല് നോക്ക് മക്കളെ, ഹോളോ ഷെല്ല് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഈ ഹോളോ ഷെല്ലിൽ ചാർജ് ഉണ്ട്, അത് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഓൺ എ ഹോളോ ഷെല്ല്. ഇതിൻ്റെ ചുറ്റുമുണ്ടോ ഉള്ളിലുണ്ടോ അങ്ങനത്തെ പഠനങ്ങളാണ്. നമ്പർ 5 സോളിഡ് കണ്ടക്റ്റിംഗ് സ്ഫിയർ. നല്ല ശ്രദ്ധിക്കണം കേട്ടോ. സോളിഡ് കണ്ടക്റ്റിംഗ് സ്ഫിയർ പറഞ്ഞാൽ ഷോർട്ട് പുട്ട് ഇല്ലേ, അതാലോചിച്ചാൽ മതി. ഷോർട്ട് പുട്ട്, ഉള്ളിലൊക്കെ കട്ടേക്കും, അതാണ് ഷോർട്ട് പുട്ട്. സോളിഡ് കണ്ടക്റ്റിംഗ് സ്ഫിയർ. നമ്പർ 6 അതാണ് നമ്പർ 6 സോളിഡ് ഇൻസുലേറ്റിംഗ് സ്ഫിയർ. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. സോളിഡ് കണ്ടക്റ്റിംഗ് സ്ഫിയറും സോളിഡ് ഇൻസുലേറ്റിംഗ് സ്ഫിയറും നല്ല വ്യത്യാസമുണ്ട്. കണ്ടക്റ്റിംഗ് സ്ഫിയർ എന്ന് പറഞ്ഞാൽ ആ സ്ഫിയറിന്റെ നടുക്ക് നമ്മളൊരു ചാർജ് Q വെച്ചാൽ ഓൻ അവിടെ നിൽക്കൂല, ഓൻ സർഫസിൽ പോയാൽ നിൽക്കുള്ളൂ. നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും കീ പോയിന്റ് ആയിട്ട് തുടക്കത്തിൽ പറഞ്ഞല്ലേ ഇത്. കണ്ടക്ടറിൽ എവിടെയെങ്കിലും ഒരു ചാർജ് വെച്ചാൽ ആ ചാർജ് ഇങ്ങനെ പരന്ന് സർഫസ് പോയി നിൽക്കും. അവിടുന്ന് അങ്ങ് പോകാൻ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ വാക്വം ആയതുകൊണ്ട്, വാക്കത്തിലൂടെ മൂവ്മെന്റ് നടക്കാത്തത് കൊണ്ട്, എയർ ആയതുകൊണ്ട്, എയറും വാക്വം ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ലോസ് ആണല്ലോ, എല്ലാം ഒരേപോലെ ആണല്ലോ. അപ്പം അങ്ങനെ ആയതുകൊണ്ടാണ് സർഫസ് നിന്ന് പോകാത്തത്, വാക്വത്തിലേക്ക് എയറിലേക്ക് പോകാത്തത്. സർഫസ് ചെന്ന് ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് അയാള് നടുക്കൊരു ചാർജ് വെച്ചാൽ കണ്ടക്റ്റിംഗ് സ്ഫിയർ ആണെങ്കിൽ ആ ചാർജുകളൊക്കെ സർഫസിലാണ് ഉണ്ടാവുക. പക്ഷെ സോളിഡ് ഇൻസുലേറ്റിംഗ് സ്ഫിയറോ, അയാൾ എവിടെയാണോ ചാർജ് വെക്കണം അവിടെ ചാർജ് ഉണ്ടാവും. കാരണം അയാൾക്ക് എഴുതാനും വായിക്കാനുള്ള കഴിവില്ല പറഞ്ഞ പോലെ അയാൾക്ക് ഇത് കൊണ്ടെടുക്കാനുള്ള കഴിവില്ല. ചാർജ് ഉണ്ട്, പക്ഷേ ചാർജിനെ മൂവ് ചെയ്യിക്കാനുള്ള കഴിവ് ഇൻസുലേറ്റിംഗ് സ്ഫിയറിനില്ല. അപ്പോൾ ഈ 6 കാര്യങ്ങളിൽ, ഈ 6 എണ്ണത്തിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കാണണം. ഈ 6 കാര്യങ്ങൾ കൊണ്ടുമുള്ള ഇലക്ട്രിക് ഫീൽഡ്. പ്ലെയിൻ ഷീറ്റ് 2 ഒന്നുണ്ട്, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ട്, ഒരു ഹോളോ ഷെല്ലുണ്ട്. ഹോളോ ഷെല്ല് പറഞ്ഞാൽ ഇരുമ്പന്നെ കണ്ടക്റ്റിംഗ് ഹോളോ ഷെല്ല് കേട്ടോ. കണ്ടക്റ്റിംഗ് ഹോളോ ഷെല്ല്, ഇരുമ്പിൻ്റെ ഒരു ഹോളോ ഷെല്ല്, നടുക്ക് പൊള്ളയാണ്, ഇരുമ്പാണ് ചുറ്റുമുള്ളത്. അങ്ങനത്തെ സാധനം കൊണ്ട് അതിൽ ചാർജ് ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമോ? സോളിഡ് കണ്ടക്റ്റിംഗ് സ്ഫിയർ കൊണ്ട് ചാർജ് ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമോ? സോളിഡ് ഇൻസുലേറ്റിംഗ് സ്ഫിയർ കൊണ്ട് അതിൽ ചാർജ് ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമോ? ഉണ്ടാവാതെ ചാർജ് എവിടെ ഉണ്ടോ അവിടെയൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്.
ഈ സാധനത്തിനൊക്കെ ചാർജ് ഉണ്ടെന്നാണല്ലോ പറയണേ. ചാർജ് ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് കാണേണ്ടത്. അതിനൊരു ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. അപ്പോൾ ഇതാണ് അപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ. ഇത് നമ്മൾ ഈ അടുത്ത 2 വീഡിയോകളിൽ അല്ലെങ്കിൽ ഒരൊറ്റ വീഡിയോയിൽ, കുറച്ച് ലെങ്തി വീഡിയോ ആയാലും വേണ്ടില്ല, ഒറ്റയടിക്ക് ഇതങ്ങ് പറഞ്ഞു തീർക്കും. അപ്പോൾ ഈ ചാപ്റ്റർ കഴിയും. ഇവിടെ ഒറ്റ കാര്യം കൂടി പറയട്ടെ. ഗോസസ് ലോയുടെ പ്രൂഫ് ഒന്ന് ചെക്ക് ചെയ്യാം. ഈ പ്രൂഫ് വളരെ സിമ്പിളാണ്. ഗോസസ് ലോ സ്റ്റേറ്റ് ചെയ്യാനും പ്രൂവ് ചെയ്യാനും ചോദിക്കും. അപ്പോൾ അപ്ലിക്കേഷൻസ് ഞാനിത് വിശദമായി പറയുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാർട്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരായിരുന്നു. നോക്കിക്കോ, പ്രൂഫ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഗോസസ് ലോയുടെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഒരു ചാർജ്ഡ് മെറ്റൽ സ്ഫിയർ എടുക്കുക. ഈ ചെറിയ കുഞ്ഞു സ്ഫിയർ ആണ് അയാൾ കേട്ടോ, ചാർജ്ഡ് മെറ്റൽ സ്ഫിയർ. ഇനി ഗോസസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ഗോസിയൻ സർഫസ് വേണം. എന്താ ഗോസിയൻ സർഫസ് പറഞ്ഞാൽ? ഗോസിയൻ സർഫസ് പറഞ്ഞാൽ ഇപ്പം എന്നെ അങ്ങ് വീർപ്പിച്ച് വെക്കുക, അതിനാണ് ഗോസിയൻ സർഫസ് എന്ന് പറയാം. എൻ്റെ ഗോസിയൻ സർഫസ് എന്താ വെച്ചാൽ ഇന്നെ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും അങ്ങ് വീർപ്പിക്കുക, അതിനാണ് സിമെട്രിക്കൽ ഷേപ്പ് പറയാം. ഇപ്പോൾ ഒരു സ്ഫിയറിനെ വീർപ്പിച്ച സ്ഫിയർ അല്ലേ കിട്ടുക, അല്ലെ? എന്നെ വീർപ്പിച്ച എൻ്റെ കോലത്തിലുള്ള വീർത്ത ഒരാളല്ലേ കിട്ടുക, അല്ലേ? അപ്പോൾ ഏതൊരു സാധനത്തിനെയും വീർപ്പിച്ച ഒരു സർഫസ്, അതാണ് അതിൻ്റെ ഗോസിയൻ സർഫസ്. അപ്പോൾ സ്ഫിയറിനെ വീർപ്പിച്ച സർഫസ് പറഞ്ഞാൽ ഇതാണ്. ക്ലിയർ? നമുക്ക് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ഓഫ് നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് എന്നാണല്ലോ, അല്ലേ? ഇതാണ് ഗോസസ് ലോ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്താൽ മതി? LHS ഈക്വൽ ടു RHS എന്നങ്ങ് പ്രൂവ് ചെയ്താൽ പോരെ. ഇവിടെ RHS എന്താണ്? 1/ε0Q. ഈ പ്രൂഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള പരിപാടിയാണ്, അല്ലേ? ഓക്കെ, നമുക്ക് ഈ ഇക്വേഷന്റെ LHS അങ്ങ് എടുക്കാം. LHS എന്താണ്? ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഈ ക്യൂവിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലുള്ള ആളുകളാണ് ഈ പോയിന്റുകളെല്ലാം. അവിടെയൊക്കെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ സെയിം ആയിരിക്കും, ഡയറക്ഷൻ മാറ്റം ഉണ്ടാവും. പോയിന്റ് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനോട് കൊണ്ടുവന്ന് വെച്ചാൽ തള്ളു കിട്ടുന്ന എത്രയാണോ ആ തള്ളാണ് ഇലക്ട്രിക് ഫീൽഡ്. ആ ഫോഴ്സിനാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കി മക്കളെ, ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ എടുത്താലും ഒക്കെ സെയിം ആയിരിക്കും. ഇതാണ് ഇതിന്റെ ഗോസിയൻ സർഫസ്, ഈ സ്ഫിയറിന്റെ ഗോസിയൻ സർഫസ്. ഈ സ്ഫിയറിനെ വീർപ്പിച്ച് വെക്കുക. ഇവിടുത്തെ ഒരു കുഞ്ഞു ഏരിയ DS നമുക്ക് കാണണ്ടേ, അല്ലേ? ഇവിടുത്തെ കുഞ്ഞു ഏരിയ DS ആണ് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത്. അപ്പോൾ LHS ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഈ സെയിം ആണ്, പുറത്തെടുത്തു. ഇനി DS ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ കിട്ടുക? സ്ഫിയറിന്റെ സർഫസ് ഏരിയ കിട്ടും. സ്ഫിയറിന്റെ സർഫസിലെ ചെറിയ ഏരിയയാണ് DS. അത് ഇന്റഗ്രേറ്റ് ചെയ്താൽ സ്ഫിയറിന്റെ സർഫസ് ഏരിയ എത്രയാണ്? സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ എത്രയാണ്? 4πr². എത്ര? 4πr². ഈ ഡിസ്റ്റൻസിന് 6 എടുക്കാം കേട്ടോ, 4πr². അപ്പൊ കൺസിഡർ എ ചാർജ്ഡ് സ്ഫിയർ ആൻഡ് കൺസിഡർ എ ഗോസിയൻ സർഫസ് ഹാവിംഗ് റേഡിയസ് r. We have to verify integral E dot ds equal to 1/ε0Q. Take the LHS. Integral E dot ds equal to ഈ പുറത്തെടുത്താൽ ഇന്റഗ്രൽ DS. അപ്പൊ ഈ ഇന്റഗ്രൽ DS പറഞ്ഞാൽ മൊത്തം സർഫസ് ഏരിയ 4πr². എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? R ഡിസ്റ്റൻസിലുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ഇക്വേഷൻ അറിയാത്തവരില്ലല്ലോ. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ബേസ് അല്ലേ ഇത്? 1/4πε0 Q/r² ഇൻറ്റു 4πr² എന്ന് കിട്ടും, അല്ലേ? ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Q എന്ന ചാർജ് കൊണ്ട് R എന്ന ഡിസ്റ്റൻസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 Q/r² ഇൻറ്റു 4πr². 4π പോയല്ലോ, 4π കട്ട് ചെയ്ത് ചില നേരത്ത് സ്റ്റേഷൻ വിടുന്നുണ്ട്, അല്ലേ? r² കട്ട് ചെയ്തു. ബാക്കി എന്താണ് ഉള്ളത്? Q/ε0 അല്ലേ ബാക്കിയുള്ളൂ. ഹെൻസ് ദി പ്രൂഫ്, അതല്ലേ RHS. അപ്പൊ LHS എടുത്ത് അങ്ങ് ചവിട്ടി അങ്ങ് കൂട്ടി, അപ്പൊ RHS കിട്ടി. ദാറ്റ് ഈസ് ദി പ്രൂഫ്. എന്താണ് ചെയ്തത്? മെറ്റൽ സ്ഫിയർ എടുത്തു, അതിന്റെ ഗോസിയൻ സർഫസ് മീൻസ് വീർപ്പിച്ചു വെക്കുക. അതേ ഷേപ്പ് സിമെട്രിക് ആവാം. ശരിക്കും ഗോസിയൻ സർഫസ് സിമെട്രിക് ആവാൻ നിർബന്ധമില്ല കേട്ടോ. ഇറ്റ് ഷുഡ് ബി ക്ലോസ്ഡ്. ക്ലോസ്ഡ് സർഫസ് എടുക്കാൻ പാടും. സിമെട്രിക് ആവണം നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ ഇപ്പോൾ ഇത് ചതുരം എടുക്കാം, ഇതിനെ കവർ ചെയ്തിട്ട് ഒരു ചതുരം എടുക്കാം, ഒരു കുഴപ്പമില്ല. എൻസായിട്ട് പറയുന്നുണ്ടത് ചതുരം എടുത്തോ കുഴപ്പമില്ല. പക്ഷെ അപ്പോൾ ചതുരത്തിന്റെ സർഫസ് ഏരിയ കണ്ട് പോകേണ്ടി വരും. അതിലേറെ നല്ലത് ഏത് ഷേപ്പിലാണോ ചാർജ്ഡ് ബോഡി ഉള്ളത് അതിനെ വീർപ്പിച്ച് വെച്ച പോലെ എന്നങ്ങ് വിചാരിക്കുക. ദാറ്റ് ഈസ് സിമെട്രിക്കൽ ഷേപ്പ്. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെയാണ് വീർക്കുക, കാറ്റടിച്ച പന്ത് വീർക്കുന്ന പോലെ. അങ്ങനെ വീർത്ത ഒരു ബോളിൽ ചെറിയ ഏരിയയാണ് DS. എന്നിട്ട് ഗോസസ് ലോ അപ്ലൈ ചെയ്യാം. ഇന്റഗ്രൽ ഇ ഡോട്ട് ds ഈക്വൽ ടു 1/ε0Q. അവിടുന്ന് കാണാൻ പുറത്തെടുക്കാം. ഇന്റഗ്രൽ ഇ ഡോട്ട് ds കാണുമ്പോൾ പുറത്തെടുക്കുക. കാരണം എല്ലാ പോയിന്റും R ഡിസ്റ്റൻസിലാണ്.
വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിരിക്കും, ഡയറക്ഷൻ മാത്രം ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. അതിനങ്ങ് പുറത്തെടുത്താൽ പിന്നെ ഇൻ്റഗ്രൽ ഡി എസ്, സർഫസ് ഏരിയ കുഞ്ഞു സർഫസ് ഏരിയ ഡി എസ് മൊത്തം ചെയ്താൽ 4πr². ആ 4πr² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചവിട്ടയും കൂട്ടെ ക്യൂബ് എപ്സിലോൺ 0 കിട്ടുന്നു. ഹെൻസ് ദി പ്രൂഫ്. സംഭവം സിമ്പിൾ പരിപാടിയാണ്, പഠിച്ചു വെക്കണം. ഗോസസ് ലോവും ഇലക്ട്രിക് ഫ്ലക്സും ആണെന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാം. ഓക്കെ.